അതില് രണ്ട് കൗതുകമുള്ളതേ. RJD 78 BJP. ഈ മറ്റേ എന്താണ് ഇന്ത്യ സഖ്യത്തില് എത്ര സീറ്റ്? ഇന്ത്യ സഖ്യത്തിൽ RJD 35 കോൺഗ്രസ് 2 ഉള്ളൂ. കോൺഗ്രസ് 2 സീറ്റേ ഉള്ളൂ. ഇന്ത്യ സഖ്യത്തിൽ RJD 35, കോൺഗ്രസ് 2, ലെഫ്റ്റ് 1. കോൺഗ്രസിന്റെ അവസ്ഥ അതിനകത്ത് അതായത് NDA സഖ്യത്തിൽ BJP അവരുടെ നില ഗംഭീരമാക്കുന്നുണ്ട്, ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിന്റെ നില പരിതാപകരമാക്കുന്നു എന്നുള്ളതാണ് ആദ്യ ഘട്ടത്തിൽ വരുന്ന സൂചന. JDയും RJDയും പെർഫോം ചെയ്യുന്നുണ്ട് അവിടെ. കോൺഗ്രസ് വളരെ 79-47 അവിടെ ഈ പറയുന്ന എന്താ പറയുക NDA സഖ്യത്തിൽ നിതീഷ് കുമാറിനെ എന്താണ് ഒതുക്കാൻ ശ്രമിക്കുന്നു മോഡി, അല്ലെങ്കിൽ ഒതുക്കാൻ BJP എന്ന ആരോപണങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നതാണ്. ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം. ഇത് പ്രകാരം വരികയാണെങ്കിൽ BJP 38 സീറ്റുണ്ട്, JD 24 സീറ്റ്, ബാക്കി BJP വളരെ മുന്നിൽ 77-47-5 അത് സഞ്ച് അത് കുറച്ച് സമയത്ത് 5-ൽ നിൽക്കുകയാണ്. 8 വരെയൊക്കെ വന്നെങ്കിൽ 5-ലേക്ക് തിരിച്ചറിഞ്ഞു. അത് 3-2 3 ജനസ്വരാജ് പാർട്ടി, 2 MIM. ഈ പറയുന്ന എന്താണ് ഒവൈസിയുടെ MIM ഈ പറയുന്ന ആ മേഖല സീമാഞ്ചൽ മേഖല 2 സീറ്റിൽ മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അവിടെ വോട്ട് കട്ടറാവും നേരത്തെ പറഞ്ഞതാണ്. 81-46-5 സന്തോഷമുള്ള ഒരു കാര്യം, നമ്മൾ QR കോഡ് ഒന്നും കാണിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ കമന്റ് ബോക്സിൽ പ്രവചനങ്ങളുടെ ഘോഷയാത്രയാണ്. പ്രവചന മഴ, വാർത്താ മഴ എന്ന് പറഞ്ഞ പോലെ വിജയന്റെ വാർത്താ മഴയില്ലേ, അതുപോലെ പ്രവചന മഴ. നമുക്ക് നോക്കാൻ പറ്റാത്ത നമ്മുടെ കണ്ണിറുക്കുന്നതിൽ കാശ്മീരിലെ എടുക്കൻ ഇറുക്കിക്കോളൂ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കും. ഐഫോണിനൊക്കെ ഇത്ര വില ഇഷ്ടപ്പെട്ടു വിജയേട്ടനൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു മേൽവിലാസം. 24 ഏറ്റവും നല്ല കണ്ണിറുക്കൽ വിദഗ്ധൻ ആരാണെന്ന് ചോദിച്ചാൽ കുട്ടികൾ പോലും അറിയാം. കണ്ണിറുക്കൽ വിദഗ്ധൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒരു ചളുവൊക്കെ പറഞ്ഞു കുളമാക്കി വിജയേട്ടൻ. ഗംഭീരമായി, പക്ഷേ വിജയേട്ടൻ പറഞ്ഞു കുളമാക്കി. സിവാൻ മണ്ഡലത്തിൽ ആരോഗ്യമന്ത്രി മംഗൽ പാണ്ഡെ പിന്നിലാണ്. അവിടെ സിവാൻ മണ്ഡലത്തിൽ ആരോഗ്യമന്ത്രി പിന്നിൽ, ധാനാപൂർ മണ്ഡലത്തിൽ BJPയുടെ രാംകൃപാൽ യാദവ് മുന്നിൽ, താരാപൂരിൽ സാമ്രാജ് ചൗധരി BJPയുടെ പിന്നിൽ, തേജ് പ്രതാപ് യാദവ് മഹുവയിൽ പിന്നിലായി. ലീഡ് ചെയ്യുന്നു. ഇന്ത്യ 34 സീറ്റുകളുടെ വലിയ ലീഡ് ഉണ്ടാക്കുന്നുണ്ട്. 34 സീറ്റുകളുടെ വലിയ ലീഡ് ഇന്ത്യ സഖ്യത്തിൽ ഇന്ത്യ ഉണ്ടാക്കുന്നു. സമയം 8:35 ഇത് ആദ്യഘട്ടത്തിലെ തപാൽ വോട്ട് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഇത് EVMകളുടെ സൂചനയുണ്ടോ എന്ന് അല്പസമയത്ത് നമുക്ക് ശ്രീനാഥൻ 86-51-5 നമുക്ക് ശ്രീനാഥിനെ വിളിച്ചിട്ടിയാൽ ഒന്ന് ചോദിക്കാമായിരുന്നു. ഇത് EVM ആണോ അതോ ഇത് തപാൽ വോട്ട് മാത്രമാണെന്നുള്ള കാര്യം. 86-51-5 ആദ്യഘട്ടത്തിൽ തപാൽ വോട്ട് സൂചനകളാണെങ്കിൽ അത് തേജ് പ്രതാപ് യാദവ് പിന്നിൽ എന്ന് നമ്മുടെ ശ്രീനാഥ് പറഞ്ഞു. എന്തായാലും ബീഹാറിൽ ലീഡ് NDAക്കാണ്. ആദ്യ ട്രെൻഡ് വളരെ വ്യക്തമായ NDAക്ക് അനുകൂലം എന്ന് പറഞ്ഞാൽ ആധികാരികം സമഗ്രം NDAക്ക് 86-51 ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.